الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചന്ദ്രവർഷപ്രകാരം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ വിശ്വാസികൾ ഓരോരുത്തരും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞൊരു വർഷം അല്ലാഹു എനിക്ക് നൽകിയിട്ട് അവനോട് ഞാൻ വിധേയപ്പെടുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അപ്രകാരം സംഭവിച്ചതിനൊക്കെ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ സന്ദർഭമാണിത്. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വർഷത്തിന്റെ ആരംഭമായി വരുന്നത് മുഹറം മാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ആ മാസത്തെ മനസ്സിലാക്കുകയും അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് മാസങ്ങൾ കണക്കാക്കപ്പെടുന്നത് 12 എണ്ണമാണ്. അല്ലാഹുവിന്റെ കിതാബിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ദിവസം മുതൽ തന്നെ
അതുമുതൽ തന്നെ അതിൽ നിന്ന് 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. 3 മുത്തവാലിയത്താണ്, ദുൽഹിജ്ജയും ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും. മറ്റൊന്ന് അല്പം കൂടി ദൂരേക്ക് മാറി റജബും. 4 മാസങ്ങൾ പവിത്രമായ മാസമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ എണ്ണങ്ങൾ നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയും ചെയ്തു. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നും ശറഅ് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. മുഹറം മാസം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു കാര്യം, മുഹറം 1 എന്ന് പറയുന്നത് അഥവാ മുഹറം മാസം എന്ന് പറയുന്നത് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്നതാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന് പറയുമ്പോൾ ഖുർആൻ തൊട്ടടുത്ത് പറഞ്ഞു, ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മറ്റേതു മാസങ്ങളിലും പാടില്ലാത്തതാണ്. പക്ഷെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ഈ 4 മാസങ്ങൾ എന്ന് പറയുമ്പോൾ ആ 4 മാസങ്ങളിൽ പ്രത്യേകം അതെടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ വളരെ ഗൗരവപൂർവമായ ചിന്തകൾ ഉണ്ടാവണം എന്ന് ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. രണ്ടാമത്തെ പ്രത്യേകത, മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ അവസാനം വരുന്ന 9, 10 അതിൽ ഏറ്റവും പ്രധാനം ആശിറാണ്, 10ാമത്തെ ദിവസമാണ്. അതിനെയാണ് നമ്മൾ ആശുറ എന്ന് വിളിക്കുന്നത്. മുഹറം 10 എന്ന് പറയുന്നത് പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ്. അതെങ്ങനെയാണ് പ്രാധാന്യമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ഇബാദത്തുകളുടെ അസ്ല് എന്ന് പറയുന്നത് മൻആണ്, മുആമലാത്തുകളുടെ അസ്ല് എന്ന് പറയുന്നത് ജായിസ്. ഇത് വിശ്വാസികൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇബാദത്തുകളുടെ അസ്ല് മൻഅ എന്ന് പറഞ്ഞാൽ ആരാധനകൾ ഒന്നും ചെയ്യാൻ പാടില്ല അള്ളാഹു അനുവദിച്ചു തന്നതല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതല്ലാതെ. അള്ളാഹു കൽപ്പിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇബാദത്തുകൾ അതെങ്ങനെയാണ്, അതെപ്പോഴാണ്, ഏത് രൂപത്തിലാണ്, അതെല്ലാം അള്ളാഹു പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇബാദത്തുകളുടെ അടിത്തറ അസ്ലി എന്ന് പറയുന്നത് മൻആണ് എന്ന് പറയാൻ കാര്യം. എന്നാൽ മുആമലാത്തുകൾ അങ്ങനെയല്ല, അതിന്റെ അസ്ലി ജായിസാണ് എന്നതാണ്. ജായിസ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം, ഇല്ലാ മാ ഹറമ അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും റസൂലും നിഷിദ്ധമാക്കിയത് ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ മുഹറം മാസമാവട്ടെ, സഫറാവട്ടെ, റബീഉൽ അവ്വലാവട്ടെ, ഏതു മാസമാവട്ടെ, ആ മാസങ്ങളുടെ പ്രത്യേകത പറയേണ്ടത് അല്ലാഹുവാണ്. കാരണം തഅദീം എന്ന് പറയുന്നത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് അത് അള്ളാഹുവിന്റെ പവിത്രമായ വിഷയങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പവിത്രമായതിനെ ആര് മാനിക്കുന്നുവോ എന്ന് ചോദിക്കുകയും എന്ന് അള്ളാഹു പറയുകയും ചെയ്തത് തഅദീം ഇബാദത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തഅദീം ചെയ്യേണ്ടത്, അത് അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമാവണം, എന്റെ ഇഷ്ടത്തിനാവരുത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മകാലത്തു സുന്നയെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അവിടെ എല്ലാം ഗൗരവതരമായി നമ്മൾ അറിയേണ്ട വിഷയം, എങ്ങനെ എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നതല്ലാത്തതൊന്നും നമുക്ക് അനുവദനീയമല്ല. മുഹറം മാസം കടന്നു വന്നാൽ പല രൂപത്തിലുള്ള ബിദ്അത്തുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ലോകാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ശീഇകൾ മുഹറം എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു പ്രയാസകരമായ അന്തരീക്ഷത്തെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് 10 എന്ന് പറയുന്നത് മഹ്തമുകൾ ധാരാളമായി കടന്നു വരുന്ന ദിവസങ്ങളാണ്. മഹ്തം എന്ന് പറഞ്ഞാൽ ദുഃഖാചരണ കേന്ദ്രങ്ങളാണ്. അവർക്കാകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും ചർച്ച. അത് വെച്ചുകൊണ്ട് അതിനോടനുബന്ധമായി എന്തൊക്കെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി കാണിക്കാമോ അതെല്ലാം ചെയ്യാവുന്ന തരത്തിലേക്ക് അവർ മാറുകയാണ്.
നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അടുത്ത കാലത്ത് തുടങ്ങിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച എന്നാണ് പറയാം. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ഈ അസ്ലിൽ നിന്നുകൊണ്ടാണ്. മുഹറം മാസത്തിന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു പറഞ്ഞത്? അതൊന്ന്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്വലാ ഫീ ജൗഫിൽ ലൈൽ വഅഫ്ളലു സിയാമി ബഅദ ശഹ്രി റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് ശേഷമുള്ള നിസ്കാരത്തെയാണ് പറയുന്നത്. തഹജ്ജുദ് നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമദാൻ, റമദാൻ കഴിഞ്ഞാൽ, റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് മുഹറമിലെ നോമ്പാണ്. ആ മുഹറമിലെ ഒരു മാസത്തെയും പറയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹ്റുല്ലാഹ് എന്നാണ്. ഷഹ്റുല്ലാഹുൽ ഹിജ്ജ, ഷഹ്റുല്ലാഹുൽ ഖഅദ ഒന്നും പറഞ്ഞിട്ടില്ല. ഷഹ്റുല്ലാഹുൽ മുഹറം എന്നാണ്. അത് തന്നെ അതിന്റെ ശറഫിനെയും അതിന്റെ അളമത്തിനെയും സൂചിപ്പിക്കുന്നതാണ് എന്ന് ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. അപ്പോ പ്രാധാന്യം നോമ്പിനാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതാണ് ആ നോമ്പ്? ആ നോമ്പ് പിന്നെ മുഹറമിലെ 10ന്റെ നോമ്പാണ്. മുഹറം 10ാമത്തെ ദിവസം അൽ ആശിർ, അതിനെയാണ് യൗമു ആശൂറാ എന്ന് വിളിക്കുന്നത്. 10ന്റെ നോമ്പാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത്. ആ നോമ്പ് എങ്ങനെയാണ് കടന്നു വരുന്നത് ഞാനത് വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഖുത്ബയിൽ നമുക്ക് ചെറിയ സമയമാണല്ലോ. മുഹറം ആശൂറായിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അനുഷ്ഠിച്ചിരുന്നു, ക്രൈസ്തവർ അനുഷ്ഠിച്ചിരുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅ്സത്തിന്റെ മുമ്പും അനുഷ്ഠിച്ചിരുന്നു ആശൂറായിന്റെ നോമ്പ്. കാരണം അതിലൊക്കെ കൃത്യമായ ചില ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് അത്തരം വിഷയങ്ങൾ നടന്നിരുന്നത്. ഇത് ആദ്യം അത് ചെയ്യുന്നത് യഹൂദികളാണ്, ജൂതന്മാരായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവർത്തിക്കാനും അത് കൽപ്പിക്കുവാനും കാരണമായി പറയപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ഫവദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ, യഹൂദികൾ അവരതാ ആശൂറ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. فقال لهم رسول الله صلى الله عليه وسلم ما هذا اليوم الذي تصومون, അവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഈ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസം എന്താ? فقال, അവർ പറഞ്ഞു, هذا يوم عظيم أنجى الله فيه موسى وقومه وغرق فرعون وقومه فصامه موسى شكرا فنحن نصومه. അവർ പറഞ്ഞ മറുപടി, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയും ഫിർഔനെയും അവന്റെ ആളുകളെയും മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. ആ ദിവസത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും നോമ്പെടുക്കുകയാണ് എന്ന് യഹൂദികൾ പറഞ്ഞു. فقال رسول الله صلى الله عليه وسلم فنحن أحق وأولى بموسى منكم. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും ബന്ധപ്പെട്ടയാള്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ സിയാമഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിസിയാമിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള പ്രവാചകൻ. മൂസാ നബിയുടെ ചരിത്രം ചെറുതായും വലുതായും എല്ലാം ഖുർആനിലുടനീളം വിശദീകരിച്ചു കാണാം. ഏകദേശം ഖുർആനിലെ മിക്കവാറും എല്ലാ സൂറകളിലും അതിന്റെ ചർച്ചയുണ്ട്, വളരെ കുറഞ്ഞ സൂറകൾ ഒഴിച്ചാൽ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ആവേശമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്തെ അടക്കി ഭരിക്കാൻ പ്രാപ്തനായി നിൽക്കുന്ന ഒരു ഭരണാധികാരിയുടെ മുന്നിൽ വിശ്വാസി സമൂഹം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിന് ഒന്നും ആശിക്കാൻ കഴിയില്ല, അവർ സമ്പൂർണമായി നശിപ്പിക്കപ്പെടുകയാണ്, ഇനിയൊരു രക്ഷയുമില്ല എന്ന് ചിന്തിക്കരുത് എന്ന വലിയ പാഠമാണ് ഈ വിഷയം നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കുന്നത്. ഞാനതിന്റെ A to Z വിശദീകരിക്കല്ല, അവസാന ഭാഗം പറയാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെയുള്ള ആളുകളെയോടും അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രിക്ക് രാത്രി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും എങ്ങോട്ടാണ് പോകേണ്ടത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിലുണ്ട്, നേതാവ് മുന്നിലുണ്ട്, അനുയായികൾ മുഴുവനും പിന്നാലെയുണ്ട്. ചെങ്കടലിന്റെ മുന്നിലെത്തി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ചെങ്കടലാണ്. പിന്നിലാവട്ടെ ആർത്തിരച്ചു വരുന്ന ഫിർഔനും അവന്റെ സൈന്യവുമാണ്. സ്വാഭാവികമായും ഒരു പ്രയോഗം ഉണ്ടാകും. സ്വാഭാവികമായും കൂടെയുള്ള ആളുകൾ എല്ലാവരും നിരാശരാകുന്ന ഘട്ടമാണ്. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞാൽ മുദ്രക്കും പിടിക്കപ്പെട്ടു. ഇല്ല, ഇനി രക്ഷയില്ല, മുന്നിൽ സമുദ്രമാണ്, പിന്നിൽ വലിയ സൈന്യമാണ്, നമ്മൾ പിടിക്കപ്പെട്ടു തന്നെ, ഇല്ല, ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. മൂസാ നബിയുടെ വാക്ക് കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കാര്യം അങ്ങനല്ല, ലൈസ അൽ-അംറു കദാലിക്, അപ്രകാരമല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. യഥാർത്ഥത്തിൽ കാലക്കുറെ കഴിഞ്ഞ് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗം ശരിക്കും മുഹറം ഹിജറ മാസത്തിന്റെ തുടക്കമായി വരുമ്പോൾ, അഥവാ അറബി മാസത്തിൽ മുഹറം 1-ാം ഭാഗത്ത് വരികയും ആ മുഹറമിനെ 1-ാം ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹിജറ കലണ്ടർ രൂപീകൃതമാക്കപ്പെടുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾ തീരുമാനിച്ചത് ഹിജറ അവലംബിച്ചുകൊണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കണമെന്നാണല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മൂസാ നബിയുടെ ജീവിതവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇവിടെ മൂസാ നബിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മുന്നിൽ വലിയ സമുദ്രമാണ്, പിന്നിൽ വലിയ ശത്രുക്കളുമാണ്, പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജ്റ പുറപ്പെടുകയാണ്. മക്കത്ത് നിന്ന് പോവുകയാണ് മദീനത്തേക്ക്. അതിനിടയിൽ തങ്ങിയത് സൗർ ഗുഹയിലാണ്. സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ മുന്നിൽ വന്നു നിൽക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനോടൊപ്പമുള്ളത്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായി, പിടിക്കപ്പെട്ടത് തന്നെ. അത് അബൂബക്കർ സിദ്ദീഖ് തുറന്നു പറഞ്ഞു, നബിയെ, ആ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും അയാളുടെ കാൽപാദത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങളെ കാണും, നിങ്ങളെ പിടിക്കും നബിയെ. അപ്പൊ റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, രണ്ടാളുകൾ, മൂന്നാമനായി അല്ലാഹുവുള്ള രണ്ടാളുകളെ കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത്? إذ يقول لصاحبه لا تحزن إن الله معنا إن معي ربي سيهدين إن الله معنا. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ വാക്കുകളുടെ പൊരുത്തം നോക്കുന്നത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ സ്വന്തം സഹചാരിയായ സിദ്ദീഖുൽ അക്ബറിനോട് പറയുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികൾ തളരരുത്. ഏത് വിഷമഘട്ടങ്ങളിലും വിശ്വാസികൾ പതറേണ്ടതില്ല. അള്ളാഹു കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനെ ഭയപ്പെടാൻ? പിന്നാരെ ഭയപ്പെടാൻ? ഏത് ഭരണാധികാരിയെ ഭയപ്പെടാൻ? ഏത് സംഘത്തെ ഭയപ്പെടാൻ? ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, അടിക്കൂ, സമുദ്രത്തിലെടുക്കും. ആ വടി ഇന്നുവരെയും ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരു ഖുത്ബ തന്നെ നടത്തേണ്ടി വരും. അസ മൂസ എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസ വടിയുമായി ബന്ധപ്പെട്ടു. ബഹറിലടിച്ചു, ബഹർ പിരിഞ്ഞു. കത്തൗജുൽ അളീം എന്ന് ഖുർആൻ പറയുന്നു. പോയി ഫിറഔൻ നശിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ആ സന്ദർഭത്തിൽ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു ഫിറഔൻ. മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഫിറഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ബനു ഇസ്രായേലുകൾ ആരും വിശ്വസിച്ചു? ആ ഇലാഹിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ നന്ദിയുള്ളവനായി മാറി. അള്ളാഹുവിനോടുള്ള നന്ദി എങ്ങനെ രേഖപ്പെടുത്തണം? അള്ളാഹു മൂസ നബിക്ക് കൊടുത്ത നിർദ്ദേശമാണ് നോമ്പെടുക്കുക എന്നത്. ആ നോമ്പാണ് യഹൂദികൾ അനുഷ്ഠിച്ചത്. ഇന്ന് നമ്മൾ ആശൂറാന്റെ നോമ്പെടുക്കുമ്പോ നമ്മുടെ മുന്നിൽ രണ്ട് ഘടകങ്ങളുണ്ട്. രണ്ട് ഘടകങ്ങൾ. ഇനി ഈ സംഭവത്തിന്റെ പിൻബലമില്ലെങ്കിലും, ഈ സംഭവങ്ങളുടെ പിൻബലമില്ലെങ്കിലും മുഹറം 10 നബിതങ്ങൾ നോമ്പെടുക്കാൻ പറഞ്ഞാൽ പിന്നെ വിശ്വാസിക്ക് അപ്പുറത്ത് വരുന്നില്ല. അതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കലില്ല. ചില ഐക്യദാർഢ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. ചില ആളുകൾ പറയാം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനോട് ഐക്യം. അതൊന്നുമല്ല വിഷയം. അതൊന്നുമല്ല വിഷയം. അസ്ലിതാണ് എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു, നോമ്പെടുക്കാൻ പറഞ്ഞു. അതിന്റെ പ്രത്യേകത ചരിത്രപരമായ പിൻബലമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മുഹറത്തിന്റെ 10ാമത്തെ ദിവസം നോമ്പെടുക്കണം. അതാദ്യം നിർബന്ധമായിരുന്നു എന്നാണ്. റമദാൻ ആകുന്നതിന് മുമ്പ് അത് നിർബന്ധമായും ചെയ്തിരുന്നു. റമദാൻ നിർബന്ധമാക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമുള്ളവരെടുത്തോട്ടെ, ഇഷ്ടമുള്ളവരെടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അതിന്റെ അർത്ഥം എടുക്കണ്ടെന്നല്ല, അതിന് ഫർളിയത്തില്ല എന്ന് മാത്രമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ മുഹറം 10ന്റെ നോമ്പ്, ആശുറാന്റെ നോമ്പ് ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ആ നോമ്പെടുത്താൽ വല്ല പ്രതിഫലം കിട്ടുമോ? ആ നോമ്പിനെന്ത് പ്രതിഫലമാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല സൗമി ആശുറ. ആശുറയുടെ നോമ്പിനെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖാല യുകഫിറു സനതൽ മാദിയ. റസൂൽ പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാണ്. അറഫാ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. എന്നാൽ മുഹറം 10ന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, മൻ സാമ അശൂറ ഗഫറല്ലാഹു ലഹു സന. ആരെങ്കിലും അശൂറയുടെ നോമ്പെടുത്താൽ ഒരു വർഷം അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ഇനി ഒന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. മുഹറം 10ന്റെ നോമ്പിനെ കുറിച്ച് മാത്രമാണ് ചർച്ച. അപ്പൊ മുഹറം 9ന്റെ നോമ്പോ? മുഹറം 9ന് നോമ്പെടുക്കേണ്ടതില്ലേ? ഉണ്ട്. അത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് 10ന്റെ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജൂതന്മാരോട് എതിരാകേണ്ടുന്ന ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കി. അങ്ങനെ പലതും ഇങ്ങനെ ജൂതന്മാരോട് എതിരായി കൊണ്ടേയിരുന്നു. അവസാനം
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു, ഇന്നഹു യൗമുൻ തുഅള്ളിമുഹുൽ യഹൂദു വൻ നസാറ. ഇത് ഈ ദിവസം യഹൂദികളും നിസ്രാനികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ദിവസമാണല്ലോ. നമ്മളും അവരോട് താബിയാവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാഅല്ലാഹ് സുംനൽ യൗമ അത്താസിഅ ഫീ റിവായത്തിൻ ഉഖറാ ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാഅല്ലാഹ് 9ന്റെ നോമ്പ് കൂടി ഞാൻ എടുക്കും. അത് മുഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് എതിരാകാൻ വേണ്ടിയാണ്. അപ്പൊ 9ന്റെ നോമ്പ് എടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് 9ന്റെ നോമ്പ് നമുക്ക് സുന്നത്താണ്. അതുകൊണ്ടാണ് ഈ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖൗല്, ഫിഅല്, തഖ്രീർ എന്നത് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു വമാ ഹമ്മ ബിഫിഅലിഹി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വമാ ഹമ്മ ബിഫിഅലിഹി, നബി തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചതും പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് 9ന്റെ നോമ്പ് സുന്നത്താകുന്നത്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ നോമ്പിന്റെ അടിസ്ഥാനം ഖിലാഫായതുകൊണ്ട് തന്നെ, മുഖാലഫത്തുൽ യഹൂദ് ആയതുകൊണ്ട് തന്നെ ഒരാൾ 9ന്റെ നോമ്പെടുക്കാൻ വിട്ടുപോയി നോക്കുക, 10ന്റെ നോമ്പെടുത്താലും മതി, പ്രതിഫലം അയാൾക്ക് കിട്ടും. പക്ഷെ അപ്പോൾ മുഖാലഫത്തുൽ യഹൂദ് എന്നത് കിട്ടാതെ വരുന്നത് കൊണ്ട് തന്നെ 11ന്റെ നോമ്പ് കൂടി എന്ത് ചെയ്യാം? എടുക്കാം. ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. കാരണം സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ എന്ന് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ സിഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത് കൊണ്ട് തന്നെ ആണ് ഞാൻ ഹദീസ് പ്രബലമായി വെക്കാത്തത്. അപ്പൊ എന്ത് ചെയ്യാം? മുഖാലിഫത്തുൽ യഹൂദി എന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം മുമ്പെടുക്കാൻ വിട്ടുപോയാൽ 10ന് ശേഷം 11ന് കൂടി എന്ത് ചെയ്യാം? നോമ്പ് എടുക്കാവുന്നതാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതിൽ മൊത്തത്തിൽ എങ്ങനെയാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ആ വിഷയത്തിൽ ഇതല്ലാത്തതൊന്നും വന്നിട്ടില്ല. മുഹറം 10ന് ഇതല്ലാത്തതൊന്നും വന്നിട്ടില്ല. അന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്തുകൾ, ദിക്റുകളോ തസ്ബീഹുകളോ പ്രത്യേകം ഖുർആൻ പാരായണങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അന്നൊരു പ്രത്യേക ദിവസം, അന്ന് ആരുടെയെങ്കിലും ആണ്ടോ ആരുടെയെങ്കിലും ജന്മദിനമോ, ഇതൊന്നും ചർച്ചല്ല. ഇതൊന്നും ദീനല്ല. ദീനാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നിരിക്കണം. നബി തങ്ങൾ കാണിച്ച നോമ്പ് മാത്രമാണ്, സ്വഹാബികൾ കാണിച്ച നോമ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 9നും 10നും നോമ്പെടുക്കുക എന്നതാണ് സുന്നത്ത്. അതല്ലാത്തതൊന്നും ഇസ്ലാമികമല്ല. കാരണം ഈ വിഷയത്തിൽ ഈ മുഹറം മാസത്തിൽ വന്നിട്ടുള്ള ധാരാളം ബിദ്അത്തുകൾ, അത് ശിഈകൾ മാത്രമല്ല, അഹ്ലു സുന്നയാണെന്ന് അഭിപ്രായപ്പെടുന്ന സൂഫികളിൽ നിന്ന് തന്നെ പലതരത്തിലും വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ചില ആളുകൾ ആ ദിവസത്തെ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നവരുണ്ട്. അന്ന് പ്രത്യേക വസ്ത്രധാരണം നടത്തി, സ്ത്രീകൾ നല്ല വസ്ത്രം ധരിച്ച്, അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട്, അങ്ങനെയൊക്കെ പ്രത്യേകം അണിഞ്ഞൊരുങ്ങി കൂടി ചെയ്യാറുണ്ട് ചില ആളുകൾ. ഇതെല്ലാം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ശക്തമായി വിരോധിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോമ്പെടുക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു പോകരുത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും പറഞ്ഞതിനനുസരിച്ച് വേണം ഓരോ മാസത്തെയും ആദരിക്കാനും ഇബാദത്തെടുക്കാനും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജുമുഅ ദിവസം പള്ളിയിൽ വരുന്നവർ പാലിക്കേണ്ടുന്ന അദബാണ്. ജുമുഅ ദിവസം പള്ളിയിൽ വരുന്ന ആളുകൾ പാലിക്കേണ്ടുന്ന അദബ്, അത് എല്ലാ ജമാഅത്തിനും പാലിക്കേണ്ടുന്ന അദബാണ്. സ്വർഗത്തിൽ ഒരു വീട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സ്വർഗത്തിൽ ഒരു വീട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ?
ഉണ്ടോ? ഉണ്ട്. എന്നാൽ ചെയ്യേണ്ടുന്ന ഏറ്റവും എളുപ്പമുള്ള പണി സൊഫിൽ വടവുണ്ടെങ്കിൽ അടക്കുക എന്നുള്ളതാണ്. 10 കാര്യങ്ങൾ വിശദാംശം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നീട് വിശദീകരിക്കും. 10 കാര്യങ്ങൾ. സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടണമെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞു വിശദാംശം. അതിലൊന്ന് സൊഫിലെ വിടവടക്കുക എന്നുള്ളതാണ്. അപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾക്കുള്ള അദബിൽപ്പെട്ടതാണ്, പ്രത്യേകതയാണ്. അവരെപ്പോഴും എന്ത് ചെയ്യണം? സൊഫ് ഏറ്റവും ഭംഗിയായിട്ടിരിക്കണം. സൊഫ് നേരെയാക്കുക എന്നത് വലിയ നിർബന്ധമുള്ള വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കിയത് പോലെ എല്ലാ കാര്യവും ഇമാമിന് നിർബന്ധമുള്ള ഒരു സംഗതിയാണ്. 3 സൊഫ് വരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കണമെന്നാണ്. ചില ആളുകളൊക്കെ ഇമാമ് സൊഫ് റെഡിയാക്കി ആണ് എഴുതിക്കും പറയും, അങ്ങനെ നിസ്കരിച്ചോളം ശരിയാണെന്ന് പറയും. അത് പറയാൻ ആൾക്കാർ നിങ്ങൾക്ക് അവകാശമില്ല. ഇമാമിന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് എന്ത് ചെയ്യണം? സൊഫ് നേരെയാണോ ശരിയായിട്ടാണോ ഇരിക്കുന്നത്. അപ്പൊ പള്ളിയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ അദബിൽ വേണം പള്ളിയിൽ വന്നിരിക്കാൻ. അതേ സൊഫ് ക്ലിയർ ആണോ ശരിയാണോ നോക്കാം. സൊഫ് ശരിയല്ലെങ്കിൽ അതാദ്യം മാറ്റേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ എങ്കിൽ എന്ത് ചെയ്യണം? അത് ഏറ്റവും ഭംഗിയാക്കാൻ ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്, സൊഫ് നേരെയാക്കുക എന്നതാണ്. രണ്ടാമത്തൊരു വിഷയം, ജുമുഅ ദിവസം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇദാ നൂദിയ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഊ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. എല്ലാ വ്യവഹാരങ്ങളും ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസമാണ്. അതായത് വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ അപ്പൊ എന്ത് ചെയ്യണം? ഇമാമ മിമ്പറിൽ എത്തുന്നതിന് മുമ്പ് പള്ളിയിൽ എത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇമാമ മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകളൊന്നും റെക്കോർഡിൽ ഉണ്ടാവൂല എന്ന് ചില ഹദീസുകൾ കാണാം. വരുന്നവരൊക്കെ വന്നിട്ട് പോയി എന്നല്ലാതെ നാളെ റബ്ബിന്റെ അടുത്ത് കിതാബ് തുറന്നു വെക്കപ്പെടുമ്പോൾ ഞാൻ വന്നിരുന്നല്ലോ, പക്ഷെ റെക്കോർഡിലില്ലല്ലോ. അപ്പൊ ജുമുഅക്ക് എത്തുമ്പോ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ചയാണ്, ഇൻഷാ അല്ലാഹ് ഇന്നെന്ത് പണിയാണെങ്കിലും ജുമുഅ കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ എന്ന് തീരുമാനിക്കുകയും ജുമുഅക്ക് നേരത്തെ എത്തണം. നേരത്തെ എത്താൻ പറഞ്ഞത് എന്തിനാണ്? നിസ്കരിക്കാൻ വിഷയത്തല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഊ ഇലാ ദിക്രില്ലാഹ്. ദിക്റുല്ലാഹിലേക്ക് പോകണം. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയൽ ഖുത്ബ എന്നാണ് അർത്ഥം. ഖുത്ബയിലേക്ക് വരണമെന്നാണ്. കാരണം ഖുത്ബ കേൾക്കുക എന്ന നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഖുത്ബയുടെ ഹാലത്തിൽ നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ടത് പോലും ആർക്ക് മാത്രമാണ്? നിസ്കാരം പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാതെ വന്ന് ഇരുന്നു പോയ ആളോട് മാത്രം മനസ്സിലാക്കി നിസ്കരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിരിക്കണം. ആരെങ്കിലും ചരൽക്കല്ല് തൊട്ടാൽ അയാൾ പിഴവ് പ്രവർത്തിച്ചു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചരൽക്കല്ല് എന്ന് പറഞ്ഞാൽ അന്ന് പള്ളി മാർബിളൊന്നും അല്ല, ഇതുപോലൊന്നും അല്ലല്ലോ, മണ്ണല്ലേ. അപ്പൊ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഖുത്ബ കേൾക്കുന്ന സമയത്ത് മണ്ണോ കല്ലോ ഇങ്ങനെ ശരിപ്പെടുത്തി ഇങ്ങനെ റെഡിയാക്കിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, അയാളുടെ ജുമുഅ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നിരർത്ഥക പ്രവർത്തനമാണതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഖുത്ബ നടക്കുന്ന സമയത്ത് മൊബൈൽ നോക്കാൻ പാടില്ല. ആ സമയത്ത് മൊബൈൽ നോക്കാം, മൊബൈൽ തോണ്ടാം. അയാൾ ഖുത്ബ നാശായി പോകും, അയാളുടെ ജുമുഅ നാശായി പോകും. ഇനി ഒരാൾ വർത്താനം പറഞ്ഞാൽ പോലും മിണ്ടാതിരിക്കുക എന്ന് അയാളോട് പറയാൻ പാടില്ല എന്നാണ്. ആ പറയുന്നത് പോലും ലഹവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് ജുമുഅ ദിവസത്തെ കൃത്യമായി മാനിക്കണം. അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ്. അള്ളാഹു പ്രത്യേകം ഇബാദത്ത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസമാണ്. ആ ദിവസത്തെ അങ്ങനെ മാനിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജുമുഅ ദിവസത്തിൽ നേരത്തെ പള്ളിയിലെത്തുക എന്ന ശീലം നമുക്കുണ്ടാക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ മക്കളും അത് ശീലിക്കും. നമ്മൾ കുറെ ലേറ്റ് ആണെങ്കിൽ മക്കൾ അതിനേക്കാളും ലേറ്റ് ആയിട്ടായിരിക്കും എത്തുക. അതുകൊണ്ട്
അത് വലിയ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്ന്, സ്വത്ത് നേരെയാക്കി ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ഉണ്ടാവണം. ആദ്യം വരുന്നവർ ഫ്രണ്ടിലേക്ക് കയറി സ്വത്ത് ക്ലിയർ ആക്കി, പിന്നെ വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ ചുമല് ചവിട്ടി ഇങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച് മുസ്ലിമായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മാനിച്ചതിനെ മാനിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ഗസയിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, അതിന്റെ ചുറ്റുപാടുകളും പ്രയാസപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. സമ്പൂർണമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.